പഠിക്കുന്നു. എനിക്ക് എന്റർടൈൻമെന്റ് വേണം. സംശയമുണ്ടോ? വാവ്, എന്തായാലും ഇന്ന് പാലിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ? ഇപ്പോഴെന്തായാലും മനസ്സിലായല്ലോ. എന്നെ കൊണ്ട് മുളക് തീറ്റിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓട് ഫാക്ടറിയിലെ സൈറൻ കൂവുന്നത് പോലെ നന്നായി വിളിച്ചു കൂവ്. എന്റെ അമ്മച്ചി, ഭിക്ഷ തരൂ ഭക്തരെ, ഭിക്ഷ തരൂ ഭക്തരെ. പെട്ടെന്ന് പോവാൻ നോക്ക്, ഇവിടെ തരാൻ പഴങ്കഞ്ഞിയൊന്നുമില്ല. ഞാൻ ഭിക്ഷക്കാരനല്ല, സന്യാസിയാണ്. മനസ്സിലായോ? എനിക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ശാപം നൽകുന്നതായിരിക്കും. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ലഡ്ഡു ഇങ്ങിട്ടാ. ശാപം വേണ്ട. എനിക്ക് ഭിക്ഷ നൽകാതെ നീ എന്നോട് തന്നെ ഭിക്ഷ യാചിക്കുകയാണോ? അവസാനം എന്നെ ഭിക്ഷക്കാരനാക്കുന്നു. ഞാൻ മര്യാദയ്ക്ക് പറയുവാ, എന്റെ കൺമുന്നിൽ നിന്ന് പോയില്ലെങ്കിൽ തൊഴിക്കും ഞാൻ. നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരമോ? ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്കറിയില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. തന്നെ പോലുള്ള പല കള്ള സന്യാസിമാരും രാവും പകലും ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും എന്നെ വരട്ടാറുണ്ട്. വരട്ടിയാൽ വരണ്ടു പോകുന്ന വെറും പൂച്ചയല്ല ഞാൻ. എന്നെ കണ്ട എല്ലാരും പേടിച്ചു വരയ്ക്കും. എടാ പൂച്ചേ, നിന്റെ മനസ്സിൽ നീ സിംഹമാണെന്നാണോ വിചാരം? സിംഹം? അതെ, ഞാൻ സിംഹമാണ്, സിംഹം. എന്നാൽ ശരി, ഞാൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇന്നു മുതൽ നീ പൂച്ചയിൽ നിന്നും സിംഹമായി മാറുകയാണ്. ഇനി നീ എന്തായാലും മനസ്സിലാക്കും, ഒരു പൂച്ച സിംഹമായിട്ട് മാറാൻ ആഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. സ്വാമി വേണ്ട, അവന് ശപിക്കരുത്. ഓം സാലിക്കാമോടാ സാം 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 സാം. വേണ്ട, പറയുന്നത് കേൾക്കൂ. ഇവൻ ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ. പൂച്ചേ, ഒരു സിംഹത്തോടാണ് നിന്റെ കളി. സിംഹമോ? നിന്നെ സിംഹമെന്ന് നീ പറയുകയാണോ? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. കാട്ടിലെ രാജാവിനോട് കളിച്ചാൽ അവസാനം ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? നിനക്കെന്താടാ വട്ടി പിടിച്ചോ? എന്തിനാ സോദാറിനെ തല്ലിയത്? വട്ട് എനിക്കല്ല, നിനക്കാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു സിംഹത്തെ തല്ലും. എന്റെ അമ്മച്ചി, അണിയാ, ഈ ഹണിക്ക് എന്താ സംഭവിച്ചേ? എടേ, ശാപത്തിന്റെ പണി എന്തായാലും തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇവനൊരു സ്വാമിയോട് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി. അദ്ദേഹം ദേഷ്യത്തിൽ ഇവനെ ശപിക്കുകയും ചെയ്തു. ഇപ്പൊ അവൻ സ്വയം സിംഹമാണെന്ന് വിചാരിച്ചിരിക്കുക. ദയവായി ഞങ്ങളോട് ക്ഷമിക്കണം. കാട്ടിലെ രാജാവെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണം. അങ്ങെന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നേ? അങ്ങ് താമസിക്കേണ്ട സ്ഥലം കാടല്ലേ? നീ പറഞ്ഞത് ശരിയാണല്ലോ. യോ, എന്നെ ഒന്നും ചെയ്യല്ലേ മഹാരാജാവേ. ഞാനൊരു പാവം പിടിച്ച തത്തമ്മയാണ്. ഞാൻ ഇവിടെ കിട്ടുന്ന വല്ലതും കഴിച്ച് ജീവിക്കുന്ന ഒരു സാധുവാ. എന്നെ വിട്ടേക്കൂ. വിട്ടേക്കാം, മര്യാദക്ക് പോയിക്കോ. എന്നാലും എന്റെ സ്ഥലം ഇതല്ല, കാടാണ്. എടാ, നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടിയത്? അവൻ തന്നെ സിംഹമാണെന്ന് വിചാരിച്ചിരിക്കുക. അവന് തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും തല്ല് കിട്ടും. അതെ അതെ, അവൻ കഴുതയാണെങ്കിലും നമ്മളുടെ കൂട്ടുകാരനാ. വേഗം വാ, നമുക്ക് അവനെ സഹായിക്കാം. പറ, വേഗം പറ, ഞാൻ ആരാണ്? പൂച്ചയാണ്. എന്ത്? നിനക്ക് എന്നെ കണ്ടിട്ട് പൂച്ചയായിട്ടാണോ തോന്നുന്നത്? സിംഹത്തെ കണ്ടിട്ട് നീ പൂച്ചയാണെന്നാണ് പറയുന്നത്? അതെ, ഇപ്പൊ നന്നായി നോക്കിയിട്ട് പറ, ഞാൻ ആരാണ് പറയാൻ. സിംഹം. ഉച്ചത്തി പറ. സിംഹം. പൊക്കോ, ഇനിയുടെ കണ്ടുപോരുത്. എന്താ സുഖാണോ? എന്താടാ എനിക്ക് സല്യൂട്ട് ചെയ്യില്ലേ?
അത് ശരി, ഒരു സിംഹത്തെ കണ്ടിട്ട് നിനക്കൊക്കെ ഇളിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? അത് ശരി, നിങ്ങൾ സിംഹമായിരുന്നോ? ഏത് മണ്ടനാ നിങ്ങൾ സിംഹമാണെന്ന് പറഞ്ഞത്? എന്നെ നോക്കി ആരും സിംഹം എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ സിംഹമാണ്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് സിംഹത്തെ പോലൊന്ന് ഗർജിക്ക്, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഉം. അയ്യോ, ഞങ്ങളൊന്ന് പേടിച്ചു പോയേ. എന്നാ വരുന്നടാ, നമുക്കിന്ന് സിംഹത്തിനിട്ടൊരു പണി കൊടുക്കാം. ഓ വേണ്ട, അവനെ വിട്ടേക്ക്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? വിട്, അവനെ വിടാനാ പറഞ്ഞേ. ഈ സിംഹത്തിന് പേടിപ്പിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങള് ഈ സിംഹത്തിനെ പേടിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. സാർ, അവനെ വിട്ടേക്ക്. ഇവന് വട്ടാണ്. അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയപ്പോഴേ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. നീ ഏതായാലും നമ്മുടെ ആളായതുകൊണ്ട് ഞാൻ ഇവനോട് അങ്ങ് ക്ഷമിച്ചു. ഇനി എങ്ങാനും എന്റെ മുമ്പിൽ നിന്ന് സിംഹമാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവനെ ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് ചേർന്ന് എലിയാക്കി മാറ്റും. എടാ, ഇവന്റെ അസുഖം കൂടിയെന്നാ തോന്നുന്നേ. ഇവന്റെ പോക്ക് അവസാനം വരെ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ, ഇവനെ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയി ശാപമുക്തനാക്കണം. അത് ശരിയാ, പക്ഷെ സ്വാമി എവിടെ പോയി അന്വേഷിക്കും? എനിക്കറിയാം, എല്ലാ സ്വാമിമാരും തീർച്ചയായിട്ടും ഗുഹയ്ക്കകത്ത് താമസിക്കുക. എല്ലാവരും വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. എത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ഥലമായത്. നിങ്ങൾ എല്ലാരും എന്തിനാ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ. എടാ, നീ കാരണോ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നത്, അതാദ്യം മനസ്സിലാക്ക്. ഗുഹ. തീർച്ചയായും സ്വാമി ഇവിടെ തന്നെ കാണും. വാ, അകത്തേക്ക് പോവാം. ഞാൻ കാട്ടിലെ രാജാവാണ്. ഓ, ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് ഞാനാണ്. വരൂ മഹാരാജാവേ, ഇന്ന് പ്രജയുടെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരുന്നേ. എടാ, നീ രാജാവുമല്ല, ഇത് കാടും അല്ലടാ. ഓടിക്കോ, വേഗം ഇവിടുന്ന് ഓടിക്കോ. ഓടിക്കോ, വേഗം ഓടിക്കോ. ആ വശത്തൂടെ പോകാം. അങ്ങോട്ട് നോക്ക്. സ്വാമി, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷിക്കണേ സ്വാമി. നീ ഇവിടെയും എത്തി. ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ സിംഹമാണ്, സിംഹം. സിംഹത്തിന് എവിടേക്ക് വേണമെങ്കിലും വരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ആർക്കും വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് അയക്കാം. ഓം ഡാലിക ഡം 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 ഓം ശംശനീശ്വരായ ഡം 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 ഡാ. വേണ്ട വേണ്ട സ്വാമിജി, അങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. രാവിലെ ഇവനോട് പാവം തോന്നി ഞാൻ വെറുതെ വിട്ടതാ. ഇപ്പോൾ ഇവിടെ വന്ന് എന്റെ തപസ്സിളക്കാൻ നോക്കുകയാണോ? സ്വാമി, രാവിലെ ഇവൻ കുടിക്കുന്ന പാലിനകത്ത് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടു. അതിന്റെ ദേഷ്യത്തിലായിരുന്നു ഇവൻ. അതുകൊണ്ടാണ് അവൻ അങ്ങയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. മനസ്സിലായോ? ആ, അതെ, പ്ലീസ് വീണ്ടും ഇവനെ എങ്ങനെയും പൂച്ചാക്കി മാറ്റണേ. ഇവന് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കാം. ആ, ശരി, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവനെ ഞാൻ ശാപത്തിൽ നിന്നും മുക്തനാക്കാം. ഒന്നിവനെ മനസ്സിലാക്കി കൊടുക്ക്. എല്ലാ സ്വാമിമാരും സാധുക്കളായിരിക്കില്ല. ആ, ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളാം. ആ, ശരി, എന്നാൽ ഓം സാലിക്കമോട ഡം 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 ഓം ശംശനീശ്വരായ ഡം ഡം ഡാ ഡാ. ട്രാ. കൊച്ചളിയ, നമ്മളിവിടെ എന്തെടുക്ക? അല്ലെ ഈ പിച്ചക്കാരൻ ഓ, മണി 9 ആയല്ലോ. ഇവരെന്താ ഇനിയും വരാൻ താമസിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു? എത്ര സമയമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയോ? ഞങ്ങളെല്ലാരും പിന്നെ എന്താണെന്ന് വെച്ചാ പറയൂ. അത് ഞങ്ങൾ സ്വാമിയുടെ അത് പിന്നെ സ്വാമി വിവേകാനന്ദ റോഡില്ലേ, അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ എങ്ങനെ ക്രോസ് ചെയ്യാന്ന് ഞാൻ ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കായിരുന്നു. വെരി ഗുഡ് ബണ്ണി. നീ എന്തായാലും ഇവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുത്തല്ലോ.
ഗുഡ്. ശരി, എല്ലാവരും ചെന്ന് ഫ്രഷ് ആവ്. ഞാൻ നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. കൊച്ചലിയ ഈ സിഗ്നൽ എങ്ങനെയാ ക്രോസ് ചെയ്യുന്നേ?